അനുമോൾക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് സാബുമാൻ ഇവിടെ. സാബുമാൻ ഇത്രയ്ക്കൊക്കെ വായ ഉണ്ടായിരുന്നു നമുക്ക് തോന്നിപ്പോ. ഇവളൊരു ഫ്രോഡാണ്, വെറും ഫ്രോഡാണ്, കട്ട വിഷമാണ് ഇവളെ വിശ്വസിക്കരുത്. ഇവളുടെ PR ഇത് കാണുമ്പോൾ എന്നെ ചിലപ്പോൾ കറുപ്പിക്കുമായിരിക്കും, ഇവളെ എന്നിട്ട് വെളുപ്പിക്കും. ഇവൾ കട്ട വിഷമാണ്. ഇവൾ വളച്ചൊടിക്കലിൻ്റെ ആളാണ്. അക്ബറായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ വളച്ചൊടിക്കൽ എന്ന് ഞാൻ വിചാരിച്ചത്. അതിനേക്കാട്ടിൽ വലിയ വളച്ചൊടിക്കലാണ് ഇവൾ നടത്തുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് സാബുമാൻ അനുമോളെക്കുറിച്ച് പറയുന്നത്. അനുമോളെക്കുറിച്ച് വേറെ കാരണങ്ങളൊന്നും സാബുമാൻ പറയുന്നില്ല. അനുമോള് സാബുമാനെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ, ഈ നാരദപ്പണി ചെയ്യുന്നതായിക്കോട്ടെ, ഫുഡിന് വേണ്ടി കാണിക്കുന്ന പരിപാടികളായിക്കോട്ടെ, ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ മാത്രമാണ് സാബുമാൻ കൊടുക്കുന്നത്. അല്ലാതെ സാബുമാൻ അനുമോളെ ഇത് ജയിൽ നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള കാരണങ്ങളൊന്നും പറയുന്നില്ല. അതിനുശേഷം നൂറെ പറയുന്നുണ്ട് സാബുമാൻ. നൂറ പ്രോപ്പറായിട്ട് ഇത് ചെയ്തില്ല, ക്യാപ്റ്റൻസി ചെയ്തില്ല, അനുമോളെ കിച്ചണിൽ നിന്ന് മാറ്റിയപ്പോൾ ഒരു വാക്ക് പോലും സാബുമാൻ്റെ അടുത്ത് ചോദിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സാബുമാൻ നൂറെ നോമിനേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ അക്ബർ വന്നു. അക്ബർ ആസ് യൂഷ്വൽ അനുമോളെയാണ് കെട്ടിലമ്മ ചമയുമായിരുന്നു, കിച്ചണിൽ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ ഇറങ്ങിപ്പോയി, അങ്ങനത്തുള്ള പല കാര്യങ്ങളും ആസ് യൂഷ്വൽ അക്ബർ പറയാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം എനിക്ക് തോന്നുന്നു അക്ബർ അത് മാറ്റിയിട്ട് നമ്മുടെ നൂറയും സാബുമാനെയാണ് പറഞ്ഞത്. സാബുമാൻ ഈ ഗ്രൂപ്പുകളുടെ കൂടെ ചേർന്നിട്ട് നാരദപ്പണി ചെയ്യുന്ന കാര്യമാണെങ്കിലും ഫുഡിൻ്റെ കാര്യമാണെങ്കിലും അതൊക്കെ തന്നെയാണ് അക്ബർ പറഞ്ഞത്. നൂറയും അതേപോലെ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് കയറി ഡിസിഷൻ എടുത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഫൈനലി ജയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് നമ്മുടെ നൂറയും സാബുമാനുമാണ്.